കീം 2024 പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപേക്ഷ മുതൽ പരീക്ഷ വരെ. അപേക്ഷ 2024 ഏപ്രിൽ 17 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നൽകാം. ഈ ഒരു സമയത്ത് കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകൾ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ നേറ്റിവിറ്റി തെളിയിക്കാനുള്ളൊരു സർട്ടിഫിക്കറ്റ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിഗ്നേച്ചറാണ്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുപോകണം. ഇനി ബാക്കി എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഏപ്രിൽ 24 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അതും സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരമാവധി ഇതൊക്കെ നേരത്തെ തന്നെ സമർപ്പിക്കുക. ഇനി കോഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ, നിങ്ങൾ സെപ്പറേറ്റ് കോഴ്സിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അത് എഞ്ചിനീയറിങ്ങിനും അതുപോലെ തന്നെ ആർക്കിടെക്ചറിനും മെഡിക്കലിനും ഒക്കെ നിങ്ങൾക്ക് എല്ലാത്തിനും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു സിംഗിൾ ആപ്ലിക്കേഷനായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് എഞ്ചിനീയറിങ്ങും BPharmനും കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 875 രൂപയാണ് സാധാരണ രീതിയിലാകുന്നത്. ഇത് SC ST സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിൽ അതിന് 375 രൂപയാണ്. ഇനി ആർക്കിടെക്ചർ ആണെങ്കിൽ 625 രൂപയും, SC STക്കാർക്ക് അത് 250 രൂപയാണ്. ഫുൾ കോഴ്സ് എല്ലാ കോഴ്സിനും കൂടി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് 1125 രൂപയാണ് ആകുന്നത്. SC STക്ക് അത് 500 രൂപയാണ്. ഇനി ചില ആൾക്കാർ ദുബായിൽ പോയി എക്സാം എഴുതാറുണ്ട്, അവർക്ക് ഒരു എക്സ്ട്രാ 15,000 രൂപ കൂടി അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഹാൾ ടിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയ് 20 മുതൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എക്സാം എന്ന് പറയുന്നത് ജൂൺ 1 മുതൽ 9 വരെ ആയിരിക്കും നടത്തുക. ഓൺലൈനായിട്ടാണ് എക്സാം നടത്തുന്നത്. മോർണിംഗ് സ്ലോട്ട്, അതായത് രാവിലെ നടത്തുന്ന സ്ലോട്ട് എന്ന് പറയുന്നത് 9 മണി മുതൽ 12 മണി വരെയും, ഈവനിങ് സ്ലോട്ട് എന്ന് പറയുന്നത് 2:30 മുതൽ 5:30 വരെയുമാണ്. ഇനി എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് നേരത്തെ, അവർ പറയുന്നത് 2 മണിക്കൂർ മുമ്പെങ്കിലും എക്സാം ഹാളിൽ അവിടെ എത്തണം എന്നാണ് പറയുന്നത് പരീക്ഷ തുടങ്ങുന്നതിന്. ഇനി എക്സാം ഹാളിൽ കയറ്റാവുന്ന രേഖകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കൊണ്ടുകയറാം, പിന്നെ നിങ്ങളുടെ ഒരു ID പ്രൂഫ് ഫോട്ടോ പതിപ്പിച്ചതായിരിക്കണം. മോസ്റ്റ് കോമൺ എക്സാമ്പിൾ നമ്മുടെ ആധാർ കാർഡ് ഒറിജിനൽ ആയിരിക്കണം. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് പേന, ഒന്നുകിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ്. നിങ്ങൾ കമ്പ്യൂട്ടറിനകത്തായിരിക്കും എക്സാം എഴുതുന്നത്, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. വെർച്വൽ കീബോർഡ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിരിക്കും, അത് ഉപയോഗിക്കാം. ഇനി മൗസ് മറ്റു ഉപകരണങ്ങളൊന്നും പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻവിജിലേറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മാറ്റിത്തരും. ഇനി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 180 മിനിറ്റ്സാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 150 ക്വസ്റ്റ്യനുകളുണ്ടാകും. MCQ ടൈപ്പാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. മാത്സ് 75 ക്വസ്റ്റ്യൻ, ഫിസിക്സിന് 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിക്ക് 30 ക്വസ്റ്റ്യനും വീതമായിരിക്കും ഉണ്ടാകുന്നത്. സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ +1 +2 ബേസ്ഡ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ തന്നെയാണ് സിലബസിനകത്തും വരുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വേണമെങ്കിൽ ഇടാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്ക് വീതമാണ് കിട്ടുന്നത്. ഇനി ഓരോ തെറ്റുത്തരത്തിനും നിങ്ങൾ എഴുതിയ മാർക്കിൽ നിന്നും 1 മാർക്ക് വീതം നിങ്ങൾക്ക് നഷ്ടമാകും. അതായത് -1 ആണ് ഓരോ തെറ്റുത്തരത്തിനും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ ഫാർമസി BPharmന് വേണ്ടി മാത്രമാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 90 മിനിറ്റിനുള്ളിൽ 75 ക്വസ്റ്റ്യൻ വേണം അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇനി ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായാലും ജൂൺ 20 മുമ്പ് പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും അതിനു മുമ്പ് തന്നെ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. സ്റ്റേ ട്യൂൺഡ്. ബൈ.